ഹലോ സ്റ്റുഡൻസ്, നമ്മളിങ്ങനെ കെമിസ്ട്രിയുടെ ഓരോന്നായിട്ട് ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുവാണ്. നിങ്ങളൊന്ന് കാര്യം ഒന്ന് ആലോചിക്കട്ടെ. ഒരു കടലിൻ്റെ നടുവിൽ ഒരാളിങ്ങനെ പെട്ടിരിക്കുക. അപ്പോൾ അവർ കുടിക്കാൻ വെള്ളമില്ല. പക്ഷേ നിങ്ങൾ ആലോചിക്കട്ടെ, വെള്ളം സർവ്വത്ര തുള്ളി കുടിപ്പാനില്ലത്രേ. ചുറ്റും മൊത്തം വെള്ളമാണ്, പക്ഷെ ഒന്നും കുടിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? ആ വെള്ളത്തിലൊക്കെ ഉപ്പുണ്ട്, അതായത് സോൾട്ട്സ് അടങ്ങിയത് കൊണ്ട് നമുക്ക് കുടിക്കാൻ പറ്റില്ല അവർക്ക്. സോ അങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. സോ അങ്ങനെയൊക്കെ കേട്ട് പരിചയമുള്ള വെള്ളത്തിനെ പറ്റിയിട്ടാണ് ഈ ഒരു ചാപ്റ്റർ. അതായത് വാട്ടറിൻ്റെ കുറേ പ്രോപ്പർട്ടീസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കുക, നമുക്ക് വാട്ടർ എവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ട്? വാട്ടറിന് പല സോഴ്സസ് ഉണ്ട് അല്ലേ? നമ്മൾ ടാപ്പ് വാട്ടർ വഴി നമുക്ക് കിട്ടുന്നുണ്ട്, വീട്ടിൽ കിണറുകൾ വഴി നമ്മൾ കിട്ടുന്നുണ്ട്. അതുപോലെ നാച്ചുറലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പുഴകളുണ്ട്, അരുവികളുണ്ട്, തടാകങ്ങളുണ്ട്. അങ്ങനെ പല രീതിയിൽ കനാലുകളിലൊക്കെ നിങ്ങൾ കണ്ട വെള്ളം കാണുന്ന ഒരുപാട് റിസോഴ്സസ് നമ്മുടെ ചുറ്റുമുണ്ട്. സോ ഇങ്ങനെ വെള്ളത്തിൻ്റെ റിസോഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഒരു ഇല്ലസ്ട്രേഷനായി കൊടുത്തിട്ടുണ്ട്. എന്താണ്, നമുക്കിങ്ങനെ അരുവികളിൽ പോണ്ടുകളിൽ കാണാം. അതുപോലെ ചിലപ്പോൾ ഇങ്ങനെ വാട്ടർ ഗീസേഴ്സൊക്കെ കാണാം. അതായത് എന്താണ്, ചൂട് വെള്ളം ഇങ്ങനെ മുകളിലോട്ടേക്ക് ആവിയായി പോകുന്ന സെറ്റപ്പുകൾ കാണാം. അതുപോലെ വെള്ളച്ചാട്ടം ഉണ്ടാവും, ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും. പിന്നെന്താണ്, ഈ മഞ്ഞ് മൂടിയെടുക്കുന്ന സ്ഥലത്തൊക്കെ നമുക്ക് ശുദ്ധവെള്ളം കിട്ടുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ ഭൂമിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം ഭൂമിയുടെ സർഫസ് ഏരിയയിൽ വളരെ ചെറിയ ശതമാനം, ഒരു 1% അടുപ്പിച്ചൊക്കെ ശുദ്ധജലമുള്ളൂ. ബാക്കി മൊത്തം എന്താണ്, ബാക്കിയെല്ലാം ശുദ്ധജലമല്ലാത്ത മറ്റ് മിനറൽസും സാൾട്ട്സും ഒക്കെ അടങ്ങിയിട്ടുള്ള വാട്ടറാണ്. സോ ഇങ്ങനെയൊക്കെ നമ്മുടെ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ, അതായത് ഭൂമിയുടെ വെറും ചെറിയൊരു ഭാഗം മാത്രമാണ് കര, ബാക്കി 2/3 ഭാഗം എന്താണ്, വെള്ളമാണ്. സോ അത്രയും കൂടുതൽ എമൗണ്ടുള്ള വെള്ളത്തിന് എന്തായാലും എന്താണ്, നമ്മുടെ നിത്യജീവിതത്തിലായിക്കോട്ടെ, ചുറ്റുമുള്ള ഓർഗാനിസത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, എല്ലാത്തിനും വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. സോ നമ്മൾ വെള്ളത്തിനെ പറ്റി ഡിസ്കസ് ചെയ്യേണ്ടതും പഠിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. നമുക്ക് എപ്പോഴും പഠിക്കുമ്പോഴൊരു സംശയമാണ്, ഇത് നമ്മുടെ റിയൽ ലൈഫിൽ എന്താണ് ആവശ്യം? ഇതിനെപ്പറ്റി അറിയുക, നമ്മൾ അതിനെപ്പറ്റി നോളജബിൾ ആകുമ്പോഴാണ് നമുക്ക് ഇതിനൊക്കെ ആവശ്യങ്ങളും മറ്റും കൂടുതലായിട്ട് എഫിഷ്യൻ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. സോ അതിനെപ്പറ്റി നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ് വാട്ടറിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ. ആദ്യം തന്നെ വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിനെ പറ്റി നിങ്ങൾ കേട്ടില്ലേ? എന്താണ്, വെള്ളം തിളക്കുന്നത്. നമ്മളിപ്പോൾ ചായ ആയിക്കോട്ടെ, കാപ്പി ആയിക്കോട്ടെ, എന്ത് സാധനമായാലും നമ്മൾ ബോയിൽ ചെയ്യുക അല്ലേ? തിളപ്പിച്ചതിന് ശേഷമാണ് മിക്കവാറും എല്ലാ ഫുഡ് ഐറ്റംസും ഉണ്ടാകുന്നത്. സോ ഈ വെള്ളം തിളക്കുന്ന ഒരു ടെമ്പറേച്ചർ ഉണ്ട്. ആ ഒരു ടെമ്പറേച്ചർ നമ്മൾ വിളിക്കുന്ന പേരാണ് ബോയിലിംഗ് പോയിൻറ്റ്, അല്ലെങ്കിൽ മലയാളത്തിൽ തിളനില എന്ന് പറയും. അപ്പോൾ ഈ തിളനില എന്ന് വെച്ചാൽ എന്താണ്? ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ ലിക്വിഡ് ബോയിൽസ് അറ്റ് നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ഇറ്റ്സ് ബോയിലിംഗ് പോയിൻറ്റ്. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ്? അതായത് ലിക്വിഡ് ബോയിൽ, അതായത് ലിക്വിഡ് വേപ്പർ സ്റ്റേറ്റിലോട്ട് പോകുന്ന ഒരു ടെമ്പറേച്ചറിനെയാണ് ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ അതൊരു പർട്ടിക്കുലർ പ്രഷറിലായിരിക്കും. ഇവിടെ എന്താ കൊടുത്തത്? നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ എന്താണ്, ലിക്വിഡ് ബോയിൽ ചെയ്യുന്ന ആ ഒരു ടെമ്പറേച്ചർ. അതായത് നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രഷറിനെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമ്മൾ ATM എന്നോ അല്ലെങ്കിൽ ബാർ എന്ന യൂണിറ്റിലോ നമുക്ക് ഉപയോഗിക്കാം. 1 ബാർ എന്നോ അല്ലെങ്കിൽ 1 ATM എന്നോ നമുക്ക് ഉപയോഗിക്കാം. ഇത് പ്രഷറിൻ്റെ യൂണിറ്റ് ആണ് കേട്ടോ. ATM എന്ന് വെച്ചാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ബാർ എന്ന് വെച്ചാൽ അതൊരു യൂണിറ്റ് ആണ്. അതുപോലെ പാസ്കൽ എന്നൊക്കെ പറഞ്ഞാൽ പല യൂണിറ്റ് ഉണ്ട്. പക്ഷേ ജനറലി നമ്മൾ ബാർ അല്ലെങ്കിൽ ATM ഉപയോഗിക്കും. അപ്പോൾ നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് വെച്ചാൽ 1 ബാർ നമ്മൾ എടുക്കുന്നു, അല്ലെങ്കിൽ 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമ്മൾ എടുക്കുന്നു. സോ ആ ഒരു പ്രഷറിൽ വെള്ളം ബോയിൽ ചെയ്യുന്ന ആ ഒരു ടെമ്പറേച്ചർ എത്രയാണ്? നമ്മൾ കേട്ടിട്ടുണ്ടാവും 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ വാട്ടർ ബോയിൽ ചെയ്യുന്ന ആ ഒരു ടെമ്പറേച്ചർ എന്താണ്? 100 ഡിഗ്രി സെൽഷ്യസ്. എന്താണ് അത്? വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് ആണ്. സോ ബോയിലിംഗ് പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇവിടെ ചെറുതായിട്ടൊരു സെറ്റപ്പിങ്ങളാക്കി എന്താണ് വെച്ചിട്ടുണ്ട്. ഒരു പാത്രമുണ്ട്, ഒരു ചെറിയൊരു ഫ്ലാസ്ക് ഉണ്ട്, റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് എന്നാണ് ഈ ഫ്ലാസ്കിന് വിളിക്കുന്ന പേര്. നിങ്ങൾ കോണിക്കൽ ഫ്ലാസ്ക് കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് കോണിക്കൽ ഫ്ലാസ്ക്. നമ്മളിങ്ങനെ ഒരു ത്രികോണ ഷേപ്പിലുള്ള ഒരു പാത്രമാണ് കോണിക്കൽ ഫ്ലാസ്ക്. അപ്പോൾ ഇതെന്താണ്? റൗണ്ട് സ്ഫെറിക്കലായിട്ടുള്ള ഒരു ബോട്ടം ആയതുകൊണ്ട് റൗണ്ട് ബോട്ടംഡ് ഫ്ലാസ്ക് എന്ന് വിളിക്കും. നമ്മളിവിടെ കോർക്കൊക്കെ വെച്ച് അടച്ചിട്ടുണ്ട്. അതിലൂടെ നമുക്ക് എന്താണ് ഇട്ടുള്ള ഒരു തെർമോമീറ്റർ വെച്ചിട്ടുണ്ട്. പിന്നെ താഴെ നമ്മൾ എന്ത് ചെയ്തിരുന്നത്? ഹീറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തെർമോമീറ്ററിൽ നമ്മൾ നോക്കുമ്പോൾ എന്താണ്? തെർമോമീറ്ററിൽ 100 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ എന്ത് കാണുന്നു? വാട്ടർ ബോയിൽ ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ അതിനെന്താണ് കാണിക്കുന്നത്? വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് കാണിക്കുന്നു. പിന്നെ അടുത്തൊരു കാര്യം, ഒരു ചോദ്യമാണ്. വൈ സ്റ്റീം കോസസ് മോർ സിവിയർ ബേൺസ് ദാൻ ബോയിലിംഗ് വാട്ടർ അറ്റ് ദ സെയിം ടെമ്പറേച്ചർ? അതായത് എന്താണ്, നമ്മൾ നീരാവി വെഞ്ച് പൊള്ളുമ്പോൾ, അതായത് നമ്മൾ സാധാരണ തിളച്ച വെള്ളം കൊണ്ട് പൊള്ളുന്നതിനേക്കാളും വളരെ വളരെ തീവ്രമായ രീതിയിലാണ് നീരാവി കൊണ്ടുള്ള, ആവി കൊണ്ട് നമ്മൾ പൊള്ളുകയെന്ന് പറയും. വളരെ നന്നായിട്ട് ബേണിംഗ് ഉണ്ടാകും. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണ്? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം എന്താണ്, 100 ഡിഗ്രി സെൽഷ്യസിൽ എന്താണ് വാട്ടർ ബോയിൽ ചെയ്യുക അല്ലേ? അപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസിൽ വാട്ടർ ബോയിൽ ചെയ്യുമ്പോൾ എന്താണ്, ആ ഒരു ടെമ്പറേച്ചറിൽ തന്നെ കംപ്ലീറ്റ്ലി ലിക്വിഡ് ഇങ്ങനെ വേപ്പറാവും. നിങ്ങൾ നോക്കുവാണെങ്കിൽ നേരത്തെ ഒരു എക്സ്പെരിമെൻറ്റിൽ ടെമ്പറേച്ചർ അവിടെ വാരി ചെയ്യുന്നില്ല. ആ ഒരൊറ്റ ടെമ്പറേച്ചറിൽ എന്താണ്, വാട്ടർ ഇങ്ങനെ വേപ്പറായിട്ട് പോയിക്കൊണ്ടേയിരിക്കുവാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മൾ ഇത്ര ടെമ്പറേച്ചർ കൂട്ടുന്നുണ്ട്, അതായത് ഹീറ്റ് നമ്മൾ കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷേ എന്താണ്, അവിടെ ടെമ്പറേച്ചർ, അതായത് താപനില മാറുന്നില്ല.
ടെമ്പറേച്ചർ ഡസ് നോട്ട് വേരി. എന്താണ്? ടെമ്പറേച്ചർ അവിടെ മാറുന്നില്ല. അപ്പം ആ കൊടുക്കുന്ന ഹീറ്റൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? ആ കൊടുക്കുന്ന ഹീറ്റൊക്കെ ഈ ലിക്വിഡ് വേപ്പറിലേക്ക് പോകാൻ വേണ്ടി ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെടുക്കുന്നു? ആ വേപ്പറായിട്ട് പോകുന്ന വാട്ടർ മോളിക്യൂൾ ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ ആ ഹീറ്റ് മൊത്തത്തിലുണ്ടാവും, അവരുടെ കൂടെ ഉണ്ടാവും. അതായത് നമ്മുടെ ലിക്വിഡ് ഫോമിൽ എന്താണ്, നമ്മൾ ലിക്വിഡ് ഫോം, നമ്മൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ പഠിക്കുമ്പോൾ നമ്മൾ കണ്ടു, സോളിഡിൽ എന്താണ്, എല്ലാ പാർട്ടിക്കിൾസും അടുപ്പിച്ചടുപ്പിച്ചാണ്. ലിക്വിഡിലാകുമ്പോൾ എന്താണ്, കുറച്ചുകൂടി ഗ്യാപ്പ് ഉണ്ടാവും. ഇനി അത് വേപ്പർ ഫേസിലെത്തുമ്പോൾ എന്താണ്, അവർ നല്ല ഗ്യാപ്പ് വരും, അവർ എനർജി നല്ല കൂടുതലാണ്, നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താണ്, അവർക്ക് എക്സ്ട്രാ എനർജി വേണം, എന്നാൽ മാത്രമേ അവർ പുറത്തായിട്ട് ആരായി നിൽക്കൂ, വേപ്പറായിട്ട് നിൽക്കുന്നുള്ളൂ. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഹീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, എനർജി കൊടുത്തു, കുറേ എനർജി കൊടുത്തു. അപ്പോൾ ആ കുറേ എനർജി കൊടുക്കും, ആ എക്സ്ട്രാ എനർജിയൊക്കെ എന്ത് ചെയ്യും, ഈ മോളിക്യൂൾസ് എടുക്കും, എന്നിട്ടാണ് അവർ പുറത്തോട്ട് പോകുന്നത്. അപ്പോൾ ഇവരുടെ കയ്യിൽ എന്തുണ്ട്, ഇവരുടെ കയ്യിൽ കുറേ എക്സ്ട്രാ എനർജി ഉണ്ട്. അതായത് ഈ ഒരു സെയിം ടെമ്പറേച്ചറിൽ നമ്മൾ കൊടുത്ത എല്ലാ എക്സ്ട്രാ ഹീറ്റും 100 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ഇഷ്ടംപോലെ ഹീറ്റ് കൊടുത്തു, ആ ഹീറ്റൊക്കെ ആരുടെ കയ്യിലുണ്ട്, ഈ വേപ്പറിൻ്റെ കയ്യിലുണ്ട്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ വേപ്പർ, അതായത് ഈ സ്റ്റീം എന്ന് പറയുന്ന ആളെടുക്കുക, കുറേ എക്സ്ട്രാ എനർജി ഉണ്ട്. അതായത് നമ്മുടെ ലിക്വിഡ് വാട്ടറിലുള്ളതിനേക്കാളും എനർജി ആരുടെ കയ്യിലുണ്ട്, സ്റ്റീമിൻ്റെ കയ്യിലുണ്ട്, സ്റ്റീം വാട്ടർ മോളിക്യൂൾസിൻ്റെ ഉണ്ട്. അപ്പോൾ സ്റ്റീം തട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആ എക്സ്ട്രാ ഹീറ്റ് എനർജി മൊത്തം നമുക്ക് കിട്ടും. 100 ഡിഗ്രി സെൽഷ്യസിനേക്കാളും വളരെ 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 ഹീറ്റായിട്ടുള്ള ആ ഒരു ആ ഒരു വാട്ടർ മോളിക്യൂൾസ് നമ്മുടെ മുഖത്തേക്കും ശരീരത്തിലൊക്കെ അടിക്കും നീരാവിയാകുമ്പോൾ. സോ എന്ത് ചെയ്യും, നമുക്ക് സിവിയർ ആയിട്ട് ബേൺ ഉണ്ടാവും. അപ്പോൾ മനസ്സിലായല്ലോ എന്താണ് ഇതിൽ എക്സ്ട്രാ ഹീറ്റ് എനർജി ഉണ്ടാകും. നമ്മൾ കൊടുക്കുന്ന സപ്ലൈ ചെയ്യുന്ന ടെമ്പറേച്ചർ, അത് ഹീറ്റ് എക്സ്ട്രാ വരുന്നില്ല. 100 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ ഹീറ്റും എന്ത് ചെയ്യുന്നുണ്ട്, ആ നീരാവിയിലുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് പറയുന്നൊരു പേരുണ്ട്, എന്താണ്, ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയും. അതായത് വേപ്പറായിട്ട് മാറാൻ വേണ്ടിയിട്ട് വാട്ടർ മോളിക്യൂൾസ് എടുക്കുന്ന ആ ഒരു എക്സ്ട്രാ എനർജി നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. അപ്പോൾ ഈ ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്താണ്, ആ എക്സ്ട്രാ നമ്മൾ എടുക്കുന്ന ആ ഒരു ഹീറ്റിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. ആ ലാറ്റൻറ്റ് ഹീറ്റ്, ആ ഒരു എക്സ്ട്രാ ആയിരുന്ന ഹീറ്റ്, ആ ഒരു താപം എവിടെയുണ്ട്, ആ വാട്ടർ മോളിക്യൂൾസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, സിവിയർ ആയിട്ടുള്ള ബേൺ നമുക്കുണ്ടാകുന്നത്. സോ അത് ഓക്കെ. അങ്ങനെ രണ്ടാമത്തെ ഒരു കാര്യം നോക്കി, ഇറ്റ് ഈസ് ഈസി ടു കുക്ക് ഇൻ പ്രഷർ കുക്കർ ആൻഡ് ഡിഫിക്കൽട്ട് ടു കുക്ക് അറ്റ് ഹയർ ആൾട്ടിറ്റ്യൂഡ്സ്. എന്തുകൊണ്ടാണ്? അതായത് പ്രഷർ കുക്കർ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്, ചിലപ്പം നമ്മളെന്താണ്, ഇപ്പോൾ റൈസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബിരിയാണി പോലത്തെ ഐറ്റംസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വെജിറ്റബിൾസ് നമ്മൾ വേവിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ പ്രഷർ കുക്കിലാകുമ്പോൾ അത് പെട്ടെന്ന് വേവിക്കും, അത് പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും. സോ അതിനുള്ള കാരണം എന്താണ്, അതിനുള്ള പ്രധാന കാരണം എന്താണ്, പ്രഷർ കുക്കർ ആ പേരിൽ തന്നെ നമുക്ക് എന്താണ്, ഇവിടെ ഹൈ പ്രഷറാണ്. ഇനി ഹയർ ആൾട്ടിറ്റ്യൂഡ്സ് എന്താണ്, അവിടെ ലോ പ്രഷറാണ്. അപ്പോൾ ടെമ്പറേച്ചർ, അതായത് പ്രഷർ കൂടുമ്പോൾ എന്താണ്, നമുക്ക് നോർമൽ പ്രഷറിൽ നമുക്ക് എത്രയാണ്, 100 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ അത് ബോയിൽ ചെയ്യും അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ പ്രഷർ കൂട്ടുമ്പോൾ എന്താണ്, ആ ബോയിലിംഗ് പോയിന്റ് കുറയും. ചെറിയൊരു ടെമ്പറേച്ചർ ഹീറ്റ് ആകുമ്പോൾ തന്നെ ഹൈ പ്രഷർ ആയതുകൊണ്ട് എന്ത് സംഭവിക്കും, പെട്ടെന്ന് തന്നെ വാട്ടർ ബോയിൽ ചെയ്യാം. 100 ഡിഗ്രി സെൽഷ്യസ് വളരെ കുറച്ച് മതി. അപ്പോൾ എന്തുണ്ട്, പെട്ടെന്ന് അത് ബോയിൽ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് എന്തുണ്ട്, പെട്ടെന്ന് കുക്കിംഗ് ചെയ്യാൻ പറ്റും. എന്നാൽ ഹയർ ആൾട്ടിറ്റ്യൂഡ്സ് എന്താണ്, പ്രഷർ കുറവാണ്. പ്രഷർ കുറയുമ്പോൾ എന്താണ്, നമ്മൾ സെയിം ആയിട്ടുള്ള 100 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ ബോയിൽ ചെയ്തുകൊണ്ടിരുന്ന വാട്ടർ ബോയിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ചിലപ്പം 120 ഡിഗ്രി എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. ഇപ്പം നമ്മുടെ സർഫസിൽ എത്തേണ്ട 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണെങ്കിൽ ഹയർ അറ്റ്മോസ്ഫിയർ പോകുമ്പോൾ ചിലപ്പോൾ 0.8 അറ്റ്മോസ്ഫിയർ ഉണ്ടാവും. അപ്പം അതിനർത്ഥം എന്താണ്, എക്സ്ട്രാ പ്രഷറില്ലേ, ആ ഒരു പ്രഷർ നന്നായിട്ട് കുറഞ്ഞു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ 100 ഡിഗ്രി സെൽഷ്യസ് കൊടുത്താൽ മതി. പക്ഷേ ഇവിടെ ആകുമ്പോൾ എന്താണ്, ചിലപ്പം 120 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ ഹീറ്റ് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? നമ്മൾ പ്രഷർ കുക്കറിൽ എന്താണ്, പ്രഷർ കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്താൽ മതി. ഇവിടെ എന്താണ്, പ്രഷർ കുറവാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ടെമ്പറേച്ചർ നമ്മൾ ഹീറ്റ് ചെയ്യണം. അപ്പോൾ എന്തായി, പ്രഷർ കൂടുമ്പോൾ ഇൻവേഴ്സ്ലി പ്രപ്പോർഷനാണ് നമുക്ക് പറയാം. ഒരു റൂളായിട്ടൊന്നുമല്ല, നിങ്ങൾക്ക് ഓർമ്മിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. എന്താണ്, പ്രഷർ കൂടുമ്പോൾ നമ്മൾ കുറച്ച് ടെമ്പറേച്ചർ കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം, ആ സെയിം സാധനം നമുക്ക് ബോയിൽ ചെയ്ത് കിട്ടും. ഒന്നുമില്ല, പ്രഷർ കൂടുമ്പോൾ വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ് കുറയുന്നു എന്നുള്ളൊരു ഐഡിയ ആണ്. സോ ഇതിൻ്റെ രണ്ടിൻ്റെ ഉത്തരം ക്ലിയർ ആയല്ലോ. അങ്ങനെ നമുക്ക് അടുത്ത കാര്യം നോക്കിയാലോ. അതായത് ഡസ് വാട്ടർ വേപ്പറൈസ് ഓൺലി അറ്റ് ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, 100 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ നമ്മൾ പറഞ്ഞു. എന്താണ്, അതായത് എക്സ്ട്രാ വരുന്ന ഹീറ്റൊക്കെ എടുത്തിട്ട് അത് വേപ്പറായിട്ട് മാറുന്നുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, വാട്ടർ വേപ്പറൈസ് ആവുന്നത് ആ ബോയിലിംഗ് പോയിന്റ് എത്തുമ്പോൾ മാത്രമാണോ? അങ്ങനെ നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ മനസ്സിലാവും, വാട്ടർ വേപ്പറായി പോകുന്ന സിറ്റുവേഷൻസ്, നിങ്ങൾ ഇവാപ്പറേറ്റ് ആയിട്ട് പോകുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നമ്മുടെ വീട്ടിൽ തുണിയൊക്കെ അലക്കിയിട്ട് അമ്മയൊക്കെ ഡ്രൈ ചെയ്യാനിടും. അപ്പോൾ എന്താണ്, അതിലുള്ള വാട്ടറൊക്കെ വേപ്പറായിട്ട് പോകുന്നത് കൊണ്ടാണല്ലോ ഡ്രൈ ആയി വരുന്നത്.
നമ്മുടെ സൺലൈറ്റിൽ വരുന്ന ആ ഒരു ടെമ്പറേച്ചർ 100 ° ഉണ്ടോ? ഇല്ല. നമ്മുടെ ചുറ്റുള്ള ഒരു അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ എത്രയാണ്? നോർമൽ ടെമ്പറേച്ചർ എത്രയാണ്? ഏകദേശം ഒരു 28 °C ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 25 to 28. അതായത് നമ്മുടെ ഇടുക്കി അല്ലെങ്കിൽ വയനാട് പോലത്തെ ഹയർ ഹിൽ സ്റ്റേഷൻസ് ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ നോർമലായിട്ടുള്ള നമ്മുടെ സാധാരണയുള്ള സ്ഥലത്ത് നഗര സിറ്റി ഏരിയാസൊക്കെ നോക്കി 25 to 28, ചിലപ്പോൾ 30 പോകും സമ്മർ സീസണൊക്കെ ആണെങ്കിൽ. സോ ആ ഒരു ടെമ്പറേച്ചർ, ജനറൽ ആയിട്ട് ടെമ്പറേച്ചർ എന്താണ്? ഇതിങ്ങനെ വേപ്പറായിട്ട് പോകും. നിങ്ങൾ വെറുതെ എന്താണ്, നിങ്ങളൊരു നിലത്ത്, നിങ്ങളെ മുറ്റത്തായിക്കോട്ടെ അല്ലെങ്കിൽ റോഡിലൊക്കെ ആയിക്കോട്ടെ, കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കുറച്ച് കഴിഞ്ഞാൽ അതങ്ങ് എന്ത് ചെയ്യും? വേപ്പറൈസ് ആയി പോകുന്നുണ്ടാവും. അപ്പോൾ അതിനർത്ഥം എന്താണ്? നമ്മൾ ഈ ബോയിലിംഗ് പോയിൻ്റ് എത്തണം എന്നില്ല, അതിലിടക്ക് തന്നെ എന്താണ്, വാട്ടർ വേപ്പറൈസ് ആയി പോവാം. അപ്പോൾ എന്താണ് ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ് ഐഡിയ? ഇവിടെ ഒരു ചിത്രത്തിൽ കാണുന്ന പോലെ വാട്ടറിൽ നിന്ന് മിസ്റ്റായിട്ട് ഇങ്ങനെ പോകും രാവിലെ തന്നെ. അപ്പോൾ അതിനർത്ഥം എന്താണ്? വാട്ടർ വേപ്പറൈസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ടെമ്പറേച്ചറൊന്നും ആവശ്യമില്ല. അതായത് അതിൻ്റെ ബോയിലിംഗ് പോയിൻറ്റിന് താഴെ വാട്ടർ കണ്ടിന്യൂസ് ആയിട്ട് ലിക്വിഡ് സ്റ്റേറ്റ് വേപ്പർ സ്റ്റേറ്റിലോട്ട് അതെന്ത് ചെയ്യുന്നുണ്ട്? അതിന് ഇവാപ്പറേഷൻ നടക്കുന്നുണ്ട്. അതായത് ബോയിലിംഗ് പോയിൻറ്റ് താഴെ ഏത് ടെമ്പറേച്ചറിൽ വേണമെങ്കിൽ അതിന് നടക്കാം. അതിന് പല ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷേ അത് കംപ്ലീറ്റ്ലി ലിക്വിഡ് നിന്ന് കംപ്ലീറ്റ്ലി വേപ്പർ ആവുന്ന ആ ഒരു ടെമ്പറേച്ചറാണ് എന്ത്? അതിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ്. സോ ബോയിലിംഗ് പോയിൻറ്റ് താഴെ ഏതൊരു ടെമ്പറേച്ചർ എടുത്താലും അവിടെ ഒക്കെ എന്താണ്? ലിക്വിഡ് വേപ്പറായിട്ട് പോവും. അതിന് പല ഫാക്ടേഴ്സ്. ചിലപ്പം വിൻഡ്, നല്ല ചൂട് കാറ്റ്, നമ്മൾ വേർത്ത് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫാനിൻ്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ എന്താണ്? കാറ്റ് കൊണ്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇവാപ്പറേഷൻ നടന്നിട്ട് നമ്മൾ ഡ്രൈ ആവും. അതുപോലെ തന്നെ ചിലപ്പോൾ നല്ല ഒരു തണുത്തൊരു സ്ഥലം, നമ്മൾ നന്നായിട്ട് വേർത്തു. അപ്പോൾ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ തണുത്ത കാറ്റ് കൊള്ളുന്നത് പോലെ തന്നെ ചിലപ്പോൾ നമ്മൾ അനങ്ങാതെ കുറച്ച് സമയം നിന്നാൽ തന്നെ എന്ത് സംഭവിക്കും? അതൊക്കെ മറ്റും ഈ തണുപ്പ് പോകണമെന്നൊരു നിർബന്ധമൊന്നുമില്ല, അങ്ങനെ പോവാം. അതുപോലെ നനഞ്ഞ തുണി നമ്മുടെ വെയിലത്തിട്ട് കഴിഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് ഡ്രൈ ആയിക്കോളും അല്ലേ? പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, മഴക്കാലം ആകുമ്പോൾ ഇത് പെട്ടെന്ന് ഡ്രൈ ആവുന്നില്ല. തുണിയൊക്കെ നിങ്ങൾ ചുമ്മാ ഡ്രൈ ചെയ്തിട്ടാൽ പെട്ടെന്ന് ഡ്രൈ ആവില്ല. കാരണം എന്താണ്? മഴക്കാലം എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ മൊത്തത്തിൽ അറ്റ്മോസ്ഫിയറിൽ എന്താണ്? ഒരു ഹ്യൂമിഡിറ്റി കൂടുതലാണ് അല്ലേ? ആർദ്രത, അതായത് വാട്ടർ കണ്ടൻറ്റ് കുറച്ചുകൂടി കൂടുതലാണ്. അപ്പോൾ എന്താണ്? നമ്മൾ അഥവാ ഡ്രൈ ആയി പോവുകയാണെങ്കിലും അതിന് കണക്കായിട്ട് തന്നെ വാട്ടർ കണ്ടൻറ്റ് ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയറിൽ ഉള്ളത് കൊണ്ട് പെട്ടെന്നൊന്നും ഡ്രൈ ആവില്ല. സോ അതൊക്കെ എന്താണ്? നമ്മുടെ ഈ ഒരു ഇവാപ്പറേഷനെ കണക്ട് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന റിയൽ ലൈഫ് ഒരുപാട് എക്സാമ്പിളാണ്. അപ്പോൾ എന്താണ് ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞാൽ? ബോയിലിംഗ് പോയിൻറ്റിന് താഴെ വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് വേപ്പർ സ്റ്റേറ്റിലേക്ക് പോകാനുള്ള ആ ഒരു ടെൻഡൻസിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇവാപ്പറേഷൻ. പക്ഷേ അത് 100 °C എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? അതിൻ്റെ ബോയിലിംഗ് സ്റ്റേജാണ് നമുക്ക് പറയും. ബോയിലിംഗ് വേറെയാണ്, ഇവാപ്പറേഷൻ വേറെയാണ്. അപ്പോൾ ഒരു ഐഡിയ മനസ്സിലായി? ബോയിലിംഗ് എത്തിക്കഴിഞ്ഞാൽ എന്താണ്? കംപ്ലീറ്റ് ഇവാപ്പറേഷനാണ്. പക്ഷേ ഇവാപ്പറേഷൻ എന്ന് വെച്ചാൽ ജനറലി എന്താണ്? ലിക്വിഡ് വേപ്പറിലോട്ട് പോകുന്ന ആ ഒരു സ്റ്റേജ് നമ്മൾ വിളിക്കുന്നതാണ് ഇവാപ്പറേഷൻ. അത് ബോയിലിംഗ് പോയിൻറ്റ് താഴെയുള്ള ഏത് ടെമ്പറേച്ചറിലും പോസിബിളാണ്. സോ ആ ഒരു കാര്യം നമ്മൾ കഴിഞ്ഞല്ലോ. പിന്നെ വേറൊരു കാര്യമാണ് ഹീറ്റ് കപ്പാസിറ്റി എന്നൊരു ഐഡിയ. ഹീറ്റ് കപ്പാസിറ്റി, ഹീറ്റ് എന്ന് വെച്ചാൽ എന്താണ്? താപം. കപ്പാസിറ്റി വെച്ചാൽ നമ്മളൊരു സാധനം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന അളവിനൊക്കെ നമ്മളൊരു കപ്പാസിറ്റി. ഇപ്പോൾ റൂമിൽ എന്താണ്? ഇത്ര കപ്പാസിറ്റി, ഇത്ര ആൾക്കാരൊക്കെ ഉള്ളൂ. ഒരു തിയേറ്ററിൽ 300 സീറ്റ് എന്താണ്? ആ തിയേറ്ററിൻ്റെ കപ്പാസിറ്റി നമ്മൾ 300 പറയും. സോ ഹീറ്റ് കപ്പാസിറ്റി എന്നായിരിക്കും. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, അതെ, ഹീറ്റ് എത്രത്തോളം അതിൽ ഉൾക്കൊള്ളാൻ പറ്റും, അതിന് ഒക്യുപ്പൈ അല്ലെങ്കിൽ അതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഹീറ്റിൻ്റെ അളവ് നമ്മളെന്ന് വിളിക്കും? ഹീറ്റ് കപ്പാസിറ്റി എന്ന് വിളിക്കാം. അങ്ങനെയാണ് നോക്കി, ദ ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് എ സബ്സ്റ്റൻസ് ബൈ 1 °C. അപ്പോൾ എന്താണ്? ഏതൊരു സാധനം, ഞാനിപ്പോൾ ഒരു വാട്ടർ എടുത്തു, ഒരു ഗ്ലാസ്സിൽ വാട്ടർ എടുത്തു. ഈ വാട്ടറിന് നമ്മളതിൻ്റെ 1 °C കൂട്ടാൻ വേണ്ടി നമ്മളൊരു ഹീറ്റ് കൊടുക്കണം. ആ ഒരു ഹീറ്റിനെയാണ് നമ്മളെന്ന് പറയുന്നത്? അതിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. എന്തിനാണ്? റേസ് ദ ടെമ്പറേച്ചർ ഓഫ് എ സബ്സ്റ്റൻസ് ബൈ 1 °C. ഏത് വാട്ടറിനെ ആയിക്കോട്ടെ, വാട്ടറിനെ നമ്മൾ ഹീറ്റ് ചെയ്യാണ്. 1 °C കൂട്ടാൻ വേണ്ടി നമ്മൾ ഇത്ര എമൗണ്ട് ഹീറ്റ് കൊടുത്തു. അതായത് ഹീറ്റ് എനർജി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ, പലതരത്തിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ ടെമ്പറേച്ചർ വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, വേറെ പലതരത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷേ അത് ആ ഡിസ്കഷനോട് നിങ്ങൾ പോകണ്ട. പക്ഷേ ഞാൻ പറയാം, പലതരത്തിൽ നമുക്ക് എനർജി കാൽക്കുലേറ്റ് ചെയ്യാം, പല ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അങ്ങനെ നമ്മൾ എനർജി നോക്കി എന്നിട്ട് നമ്മൾ ടെമ്പറേച്ചർ ചെക്ക് ചെയ്തു. ഇപ്പോൾ എത്രയായി? ഓക്കെ, 1 °C, അതായത് 0 % നമ്മളെ സബ്സ്റ്റൻസ് ഉള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ 0 to 1 degree. അല്ലെങ്കിൽ 25 °C ആണെന്ന് വിചാരിക്കുക. നമ്മൾ 25 നിന്ന് 26 °C ആക്കി. അപ്പോൾ അത്ര കൊടുക്കാൻ വേണ്ടി നമ്മളൊരു ഹീറ്റ് കൊടുക്കണം. അത് വാട്ടറിൻ്റെ ഒരു പാത്രത്തിൽ നമ്മൾ വാട്ടർ എടുത്തു, വേറൊരു പാത്രത്തിൽ നമ്മൾ എന്ത് ചെയ്തു? കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ എടുത്തു. വേറൊരു പാത്രത്തിൽ നമ്മളെടുത്തു തേനെടുത്തു. വേറൊരു പാത്രത്തിൽ ഞാൻ വേറെ എന്തെങ്കിലും മണ്ണെണ്ണ എടുത്തു. വേറൊരു പാത്രത്തിൽ വേറെ എന്തെങ്കിലും സാധനങ്ങളെടുത്തു, ഇരുമ്പോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളെടുത്തു. ഇതിനെയൊക്കെ നമ്മൾ ഹീറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ ഒരേ എമൗണ്ട് ഹീറ്റ് 3 പേർക്കും കൊടുത്തു. എന്നിട്ട് 3 ആളെയും ടെമ്പറേച്ചർ നമ്മൾ ചെക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് എത്രത്തോളം ടെമ്പറേച്ചർ മാറി നോക്കും ഒരേ ഹീറ്റിന്. ചിലപ്പോൾ വെള്ളം 26 °C ആകുമ്പോഴേക്ക് എത്രയാണ്? വെള്ളത്തിന് നമ്മൾ കൊടുത്ത ഹീറ്റ് ചിലപ്പം കുറേ ഉണ്ടാവും. എന്നാൽ അതേ സാധനം നമ്മൾ വെളിച്ചെണ്ണ എടുക്കുമ്പോൾ ചിലപ്പോൾ അതിനും കുറച്ച് ഹീറ്റ് കൊടുത്തപ്പോൾ തന്നെ അത് പെട്ടെന്ന് മാറിയിട്ടുണ്ടാവും. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഓരോ സബ്സ്റ്റൻസിൻ്റെയും ഹീറ്റ് കപ്പാസിറ്റി ഡിഫറൻ്റ് ആണ്. വാട്ടറിനുള്ള ഹീറ്റ് കപ്പാസിറ്റി ആയിരിക്കില്ല വെളിച്ചെണ്ണയ്ക്ക്, വെളിച്ചെണ്ണയുടെ ഹീറ്റ് കപ്പാസിറ്റി ആയിരിക്കില്ല തേനിന്,
തേനിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി ആയിരിക്കില്ല ഇരുമ്പിന്, ഇരുമ്പിൻ്റേതായിരിക്കില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം. അപ്പോൾ എന്താണ്, ഓരോ ആൾക്കാരെയും നമ്മൾ ഹീറ്റ്, അതായത് അവരുടെ 1 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കൂട്ടാൻ വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഹീറ്റ് എന്ന് വെച്ചാൽ എല്ലാവർക്കും സെയിം ആയിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, എന്താണ്, ഓരോ ആൾക്കാർക്കും ഓരോ കപ്പാസിറ്റി ഉണ്ട്. അവരെ നമ്മൾ ഇത്രയ്ക്ക് ഹീറ്റ് കൊടുത്ത് തള്ളിക്കൊടുത്താൽ മാത്രമേ എന്ത് സംഭവിക്കൂ, അവരുടെ ടെമ്പറേച്ചർ കുറച്ച് കൂടാൻ അവർ സ്വയം തോന്നും. സോ എല്ലാ സബ്സ്റ്റൻസും എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എന്താണ്, വാട്ടർ ഹാസ് ഹയർ ഹീറ്റ് കപ്പാസിറ്റി. വാട്ടറിന് വളരെ ഹൈ ഹീറ്റ് കപ്പാസിറ്റിയാണ്. അതുകൊണ്ട് തന്നെ വാട്ടറിന് നമുക്കങ്ങനെ ഹീറ്റ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വലിയ ടെമ്പറേച്ചറിലോട്ട് നമുക്ക് എത്തിക്കാൻ പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വാട്ടറിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി വളരെ കൂടുതലാണ്. അതിന് കുറേ എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പോൾ ഒന്നാമതൊരു എക്സാമ്പിൾ ആണ്, എന്താണ്, വാട്ടർ ഈസ് യൂസ്ഡ് ഇൻ റേഡിയേറ്റേഴ്സ് ടു റെഗുലേറ്റ് ദ ഹീറ്റ് ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിൻസ്. അതായത് ഓട്ടോമൊബൈൽ എഞ്ചിൻസ് നിങ്ങൾക്കറിയാം, എന്താണ്, വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ എഞ്ചിനൊക്കെ എന്തായാലും ഹീറ്റ് ആവും. അപ്പോൾ ഈ എഞ്ചിൻ ഹീറ്റ് ആകുമ്പം നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ടെമ്പറേച്ചർ ബാലൻസ് ചെയ്യാൻ വേണ്ടി റേഡിയേറ്ററിൽ വെള്ളം ഒഴിക്കാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്തിനാണത് ചെയ്യുന്നത്, റേഡിയേറ്ററിൽ വെള്ളത്തിന് പകരം നമ്മൾ വേറെ എന്തെങ്കിലും ഒഴിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അതും അതിൻ്റെ കൂടെ തന്നെ ഹീറ്റ് ആവും. അപ്പോൾ എന്തെങ്കിലും നമ്മൾ ഓവർ ഹീറ്റ് ആവുന്നൊരു സിറ്റുവേഷൻ വരും. നേരെ മറിച്ച് അതിൻ്റെ കൂട്ടത്തിൽ വാട്ടർ ആണെങ്കിൽ എന്താണ്, വാട്ടർ നമുക്കറിയാം എന്താണ്, ഇത് 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടാൻ വേണ്ടി ചില്ലറ ഹീറ്റൊന്നുമല്ല കൊടുക്കേണ്ടത്, ഒരുപാട് ഹീറ്റ് കൊടുക്കണം. സോ അങ്ങനെ ഒരുപാട് ഹീറ്റ് കൊടുക്കുന്ന സിറ്റുവേഷൻ ആയതുകൊണ്ട് എന്താണ്, വാട്ടർ ആ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് അവിടെ തന്നെ നിന്നോളും. എഞ്ചിൻ ഹീറ്റ് ആയിക്കോട്ടെ, പക്ഷേ എഞ്ചിൻ എത്ര ഹീറ്റായി കഴിഞ്ഞാലും വാട്ടർ എന്ത് അതിന് കണക്കായിട്ട് ഹീറ്റ് ആവുന്നില്ല. കാരണം എന്താണ്, വാട്ടറിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി വളരെ ഹൈ ആണ്. വാട്ടർ വരെ പല വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്, എന്ത് സംഭവിക്കും, എല്ലാം കൂടി ഹീറ്റായി പൊട്ടിത്തെറിയൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ടാണ് റേഡിയേറ്ററിൽ നമുക്ക് എന്ത് വാട്ടർ ഉപയോഗിക്കുന്നത്. പിന്നെ 2/3 ഓഫ് ദ എർത്ത് ഈസ് വാട്ടർ. ദിസ് റെഗുലേറ്റ്സ് ദ ടെമ്പറേച്ചർ ഓഫ് ദ എർത്ത്. ഇതെന്താ കാരണം, നിങ്ങൾ ആലോചിച്ച്, നമ്മുടെ ഭൂമിയിൽ ശരിക്കും നമ്മളിപ്പോൾ മറ്റ് ഗ്രഹങ്ങൾ, അപ്പോൾ ബുധനായ അതായത് മെർക്കുറി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ശുക്രൻ വീനസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മാർസ് ആയിക്കോട്ടെ, ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം, അവരുടെയൊക്കെ സർഫസ് ടെമ്പറേച്ചർ വളരെ കൂടുതലാണ്. പല കാരണങ്ങളുണ്ട്, പക്ഷേ ജനറലി അവരുടെയൊക്കെ സർഫസ് ടെമ്പറേച്ചർ വളരെ കൂടുതലാണ്. അതായത് നമുക്ക് മനുഷ്യനൊക്കെ പോയിട്ട് താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടെമ്പറേച്ചർ അല്ല, വളരെ കൂടുതലാണ് അവിടെ. സോ അതിന് കാരണം എന്താണ്, പ്രധാനപ്പെട്ടൊരു കാരണം എന്താണെന്ന് പറയുക, അവരുടെ ഒന്നും വാട്ടർ ഇല്ല. വാട്ടർ ഉണ്ടാകുമ്പോൾ നമുക്കറിയാം, വാട്ടർ നമ്മുടെ ശരിയാണ്, വാട്ടർ ബോഡീസ് കടലൊക്കെ ആയിട്ട് ഉണ്ടാവും. പക്ഷേ അങ്ങനെ ആയാലും നമ്മുടെ അറ്റ്മോസ്ഫിയറിലൊക്കെ വാട്ടർ കണ്ടൻറ്റ് അഥവാ ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ആർദ്രത എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഉണ്ട്. വാട്ടർ കണ്ടൻറ്റ് ഉണ്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ. അപ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ വാട്ടർ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യില്ല, ആ ചൂട് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ സൺലൈറ്റ് കിട്ടുന്ന സൺലൈറ്റ് മൊത്തം നമുക്ക് നേരെ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, വളരെയധികം ഹീറ്റ് നമുക്ക് തോന്നും. നമ്മളെല്ലാവരും പണ്ടേ സൺബേൺ കൊണ്ട് പടമായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നില്ല. അതിന് കാരണം എന്താണ്, ആ വരുന്ന ഹീറ്റ് മൊത്തത്തിൽ നമുക്ക് അനുഭവിക്കുന്നില്ല. കാരണം നമ്മുടെ ശരീരത്തിലായിക്കോട്ടെ, ബോഡിയിലായിക്കോട്ടെ, അറ്റ്മോസ്ഫിയറിലായിക്കോട്ടെ, ചെടികളിലായിക്കോട്ടെ, എല്ലാത്തിലും എന്താണ്, വാട്ടർ ഉണ്ട്. അപ്പോൾ ഈ വാട്ടറിൻ്റെ പ്രത്യേകത എന്താണ്, നമുക്കറിയാം, ഹൈ ഹീറ്റ് കപ്പാസിറ്റി ആയതുകൊണ്ട് എത്ര ടെമ്പറേച്ചർ കിട്ടിക്കഴിഞ്ഞാലും വാട്ടർ എന്ത് ചെയ്യും, ആ വരട്ടെ, ടെമ്പറേച്ചർ കൂടിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല, ഞാൻ മെല്ലെ കൂടും, എനിക്ക് ഈ ഒരു ലെവലിൽ മാത്രമേ കൂടാൻ പറ്റൂ. നിങ്ങളെനിക്കിപ്പം ഒരു എന്താണ് 1000 എനർജി തന്നാലും ഞാൻ കുലുങ്ങില്ല. എനിക്കെന്താണ്, എനിക്ക് 1 ഡിഗ്രി സെൽഷ്യസ് കൂടുന്ന കുറച്ചും കൂടി ഹീറ്റ് വേണം. അപ്പോൾ എന്താണ്, അത്രക്കും ഹീറ്റ് കണ്ടൻറ്റ് ഹീറ്റ് കപ്പാസിറ്റി വാട്ടറിന് കൂടുതലുള്ള എന്താണ്, നമ്മൾ ടെമ്പറേച്ചർ ഒരു പരിധി കൂടുതൽ അങ്ങനെ കൂടി പോവില്ല. സോ അതുകൊണ്ടാണ് എന്താണ്, കൺസേർവ് ചെയ്യണമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. അതിന് കാരണം അതാണ്, എന്താണ്, വാട്ടറിന് ഈ ഒരു ഹീറ്റ് റെഗുലേഷൻ ഉള്ളതുകൊണ്ടാണ് നമുക്കിപ്പോൾ നോർമലായിട്ട് നിൽക്കാൻ പറ്റുന്നതിന് ഒരു പ്രധാന കാരണം. പിന്നെ 65% ഓഫ് ദ ബോഡി ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഈസ് വാട്ടർ. ദിസ് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് കോൺസ്റ്റൻറ്റ് ബോഡി. ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെ. നമ്മുടെ ബോഡിയിലും വാട്ടർ ഉള്ളത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, നമ്മുടെ ബോഡി മോയ്സ്ചറും അതൊക്കെ കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, നമ്മുടെ ബോഡി ടെമ്പറേച്ചറും ഒരു പർട്ടിക്കുലറിലായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അത് നമ്മുടെ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതിനൊക്കെ കാരണം എന്താണ്, ഇതൊക്കെ വാട്ടറിൻ്റെ ഹീറ്റ് കപ്പാസിറ്റിയാണ്. പിന്നെ വാട്ടറിൻ്റെ അടുത്ത പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് ഫ്രീസിങ് പോയിൻ്റ് എന്ന് പറയുന്നത്. നമ്മൾ ബോയിലിംഗ് പോയിൻ്റ് പറഞ്ഞത് എന്താണ്, ലിക്വിഡ് വേപ്പർ ആവുന്നത്. ഫ്രീസിങ് പോയിൻ്റ് എന്ന് വെച്ചതാണ് ലിക്വിഡ് സോളിഡ് ആവുന്നത്. അതായത് നമ്മൾ തണുപ്പിച്ച് കഴിഞ്ഞാൽ ഐസാക്കുന്നില്ലേ, അതേ സംഭവം തന്നെ. എന്താണ്, ഫ്രീസിങ് പോയിൻ്റ് ഓഫ് എ ലിക്വിഡ് ഈസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഇറ്റ് ഫ്രീസസ് ടു സോളിഡ്. അപ്പം ഇവിടെയും ഒരു കാര്യമുണ്ട്, എന്താണ്, ആ ഒരു പ്രഷറിലാണ്, നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഫ്രീസിങ് പോയിൻ്റ് എന്ന് പറയുന്നത്. അത് പ്രഷർ കൂടുന്നതിനും കുറയുന്നതിനനുസരിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും വ്യത്യാസം ഉണ്ടാകും. ഹൈ പ്രഷർ ആകുമ്പോൾ ഉള്ള ടെമ്പറേച്ചർ ആയിരിക്കില്ല ലോ പ്രഷർ ആകുമ്പോൾ ഫ്രീസിങ് പോയിൻ്റ്. സോ ഒരു റിലേഷൻ നിങ്ങളുടെ മനസ്സിൽ എന്താ എന്നാൽ നമ്മൾ നേരത്തെ കണ്ടു, പ്രഷർ കൂടുമ്പോൾ എന്താണ്, കുറച്ച് ടെമ്പറേച്ചർ മതി ബോയിൽ ചെയ്യാൻ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ പ്രഷർ കൂടുമ്പോൾ എന്താണ്, നമ്മുടെ ഫ്രീസ് ചെയ്യാനുള്ള ടെമ്പറേച്ചറിലും ആ ഒരു വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ എന്താണ്, വാട്ടറിൻ്റെ ഫ്രീസിങ് പോയിൻ്റ് എത്രയാണ്, ഫ്രീസിങ് പോയിൻ്റ് എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ 0 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ എന്താണ്, വാട്ടർ കംപ്ലീറ്റ്ലി ഫ്രീസ് ചെയ്തിട്ട് ഐസാവുന്ന ടെമ്പറേച്ചറാണ് 0 ഡിഗ്രി സെൽഷ്യസ്. അതിന് മുന്നേ ഫ്രീസായി തുടങ്ങുന്നുണ്ടാവും, പക്ഷേ കംപ്ലീറ്റ്ലി ഫ്രീസ് ആവുന്ന ടെമ്പറേച്ചറാണ് 0. നിങ്ങൾ നോക്കുവാണെങ്കിൽ അല്ല ശരിയല്ല സാർ, 1 ഡിഗ്രി സെൽഷ്യസൊക്കെ ശരിയാണ്, ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് വാട്ടർ ഫ്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷേ
കംപ്ലീറ്റ്ലി ഫ്രീസ് ചെയ്യുന്ന ആ ഒരു പോയിൻ്റാണ് 0 ഡിഗ്രി സെൽഷ്യസ്. 0 താഴോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഫ്രീസാണ്, കംപ്ലീറ്റ്ലി ഫ്രീസ്ഡ് ആയിട്ടുള്ള വാട്ടറാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. സോ അതാണ് ഫ്രീസിങ് പോയിൻ്റ് കാര്യം. പിന്നെ ഒരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് നിങ്ങൾ ചിലപ്പോൾ വെള്ളത്തിലൊക്കെ കണ്ടിട്ടുണ്ടാകും ഈ ഒരു ജീവിയെ, എന്താണ് വെള്ളത്തിലോട്ട് ഇങ്ങനെ സർഫസിലൂടെ ഇങ്ങനെ തൊട്ട് പോകുന്നുണ്ടാവും. അതുപോലെ തന്നെ വേറൊരു കാര്യം, നിങ്ങൾ ഈ മഴത്തുള്ളികളായിക്കോട്ടെ, മിസ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളെന്താണ് ഈ മഞ്ഞ് കാലത്ത് ഈ തണുപ്പിൻ്റെ സമയത്തൊക്കെ നമ്മളെന്താണ് ചെടികളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഡ്യൂ ഡ്രോപ്സ് ഉണ്ടാവും. അതൊക്കെ എന്താണ് നല്ല സ്ഫെറിക്കലായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും അല്ലേ? അതിന് കാരണം എന്താണ്? ഇങ്ങനെ സ്ഫെറിക്കലായിട്ട് വാട്ടർ ഡ്രോപ്സ് ഇരിക്കുന്നതിനും അല്ലെങ്കിൽ ഈ ഒരു സർഫസിൽ കണ്ടോ, ഇത് വെള്ളത്തിലാണ് ഇങ്ങനെ അമർന്നിരിക്കുന്നുണ്ടോ, വെള്ളം ഇങ്ങനെ നല്ലൊരു എന്താണ് ഇലാസ്റ്റിക് ആയിട്ടുള്ളൊരു കവറിൻ്റെ മുകളിൽ നമ്മൾ പ്രസ് ചെയ്ത പോലെ നിൽക്കുന്നുണ്ടോ. അപ്പോൾ അതിൻ്റെ അർത്ഥമാണ് വാട്ടർ ടൈറ്റായിട്ട് എന്താണ് നമ്മുടെ സാധാരണ ഒരു ടാർപോളിൻ്റെ കവറൊക്കെ വലിച്ചു കെട്ടി അതിന് മുകളിൽ നമ്മളൊരു സാധനം വെച്ചൊരു ഫീലിലാണ് പുള്ളിക്കാരൻ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ വാട്ടറിന് അതെന്താണ്, അതൊരു ഇങ്ങനെ നല്ലൊരു ലെയറായിട്ട് അവിടെ നല്ല അമർന്ന് നിൽക്കുവാണ് പുള്ളിക്കാരൻ. അപ്പോൾ അതിനർത്ഥം എന്താണ്, അവിടെ ഒരു സ്ട്രെച്ച് ചെയ്തിട്ടുള്ളൊരു സർഫസ് പോലെയാണ് വാട്ടർ ആക്ട് ചെയ്യുന്നത്. ഇവിടെ നോക്കി നിങ്ങൾ, ഇവിടെ വാട്ടർ നല്ല സ്മൂത്തായിട്ട് സ്ഫെറിക്കലായിട്ടുള്ളൊരു സർഫസായി. ഇപ്പോൾ ഇവിടെയൊക്കെ കാണിക്കുന്നത് എന്താണ്, വാട്ടർ അങ്ങനെ സ്ട്രെച്ച് ചെയ്ത് നിൽക്കാനുള്ള ഒരു ഇലാസ്റ്റിക്കായിട്ട് നിൽക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടെന്നല്ലേ. ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ വിളിക്കുന്ന പേരാണ് സർഫസ് ടെൻഷൻ. എന്താണ് സർഫസ് ടെൻഷൻ? ഇതിനർത്ഥം എന്താണ്, നമ്മുടെ ലിക്വിഡിൻ്റെ ഏത് ലിക്വിഡും ആയിക്കോട്ടെ, ആ ലിക്വിഡിൻ്റെ സർഫസ് ബിഹേവ്സ് ലൈക്ക് സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ. ആ ഒരു വാട്ടറിൻ്റെ സർഫസ് എന്താണ്, സ്ട്രെച്ച്ഡ് മെംബ്രെയിനായിട്ട് ആക്ട് ചെയ്യും. അതിന് കാരണം എന്താണ്, നിങ്ങൾ നോക്കിയേ. ഇതിപ്പോൾ ഈ ബ്ലാക്കിൽ കാണിക്കുന്ന എന്താണെന്നറിയോ, ഈ ബ്ലാക്കൊക്കെ എന്താണ്, ഓരോ വാട്ടർ മോളിക്യൂളാണ് കേട്ടോ. ഓരോ വാട്ടർ മോളിക്യൂൾ ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ ഈ ഓരോ വാട്ടർ മോളിക്യൂളിൻ്റെ പ്രത്യേകത എന്താണല്ലോ, ഒരു വാട്ടർ മോളിക്യൂൾ ഞാനിവിടെ എടുത്തു. വാട്ടറിൻ്റെ മോളിക്യൂൾ നമ്മൾ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്, HOH, അതായത് H2O എന്ന് ഞാനിങ്ങനെ എഴുതി. ഈ H2Oൻ്റെ പ്രത്യേകത ആണ്, ഇത് തൊട്ടടുത്ത വാട്ടർ മോളിക്യൂളായിട്ട് ഇതാ ഇവിടെയുള്ള ഓക്സിജനുമായിട്ട് ഇങ്ങനെ ബോണ്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കും. ഇത് ഇവനാണെങ്കിൽ ഇതാ ഇവിടെയുള്ള വേറൊരു ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ചെയ്ത് ഓക്സിജനുമായിട്ട് ബോണ്ട് ചെയ്ത് നിൽക്കും. ഇവനിതാ ഇവിടെയും ബോണ്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഇവനിതാ ഇവിടെയും ബോണ്ട് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. അപ്പം അതിനർത്ഥം എന്താണ്, ഓരോ വാട്ടർ മോളിക്യൂളും തൊട്ടുള്ള ചുറ്റുപാടുള്ള ഓരോരോ വാട്ടർ മോളിക്യൂളായിട്ട് ഇങ്ങനെ ബോണ്ട് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. ഈ ഒരു ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രജൻ ബോണ്ട്. കാരണം എന്താണ്, ഹൈഡ്രജനുമായിട്ട് തൊട്ടടുത്തുള്ള ഓക്സിജൻ ചെറുതായിട്ടൊരു ബോണ്ട്, അത് നേരിട്ടൊരു കറക്റ്റൊരു ബോണ്ടല്ല, പക്ഷെ ഒരു വെറുതെ ഒരു ഇങ്ങനെ തോണ്ടി കൈ പിടിച്ചിട്ട് നിൽക്കുന്നൊരു ഫീലാണ്. അതായത് സാധാരണ ബോണ്ട് എന്നാൽ രണ്ടാളും കൂടി കൈ കൊടുത്തിട്ട് നിൽക്കും, പക്ഷേ ഇത് കൈ കൊടുത്ത് നിൽക്കുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ വൺ സൈഡഡ് ആയിട്ട് ഇങ്ങനെ അവിടെ തൊട്ട് നിൽക്കുന്നുണ്ട്. എപ്പോൾ വേണം പൊട്ടിപ്പോവാം. സോ ഇങ്ങനെ നിൽക്കുന്നതിന് നമ്മൾ വിളിക്കുന്നുണ്ട് ഹൈഡ്രജൻ ബോണ്ടിങ്. അപ്പോൾ സർഫസിലൊരു വാട്ടർ മോളിക്യൂൾ എടുക്കുക. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വാട്ടർ മോളിക്യൂൾ ഉണ്ടോ? അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ നോ വാട്ടർ മോളിക്യൂൾ അല്ലേ. സർഫസിന് മുകളിലോട്ട് ആരുമില്ല. ഏറ്റവും മുകളിൽ വാട്ടർ സർഫസിൻ്റെ ഏറ്റവും മുകളിലുള്ള വാട്ടർ മോളിക്യൂളിനെ ഞാൻ എടുത്തത്. ഇപ്പോൾ ഇതിനെ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡും ഉണ്ടാവും, അതുപോലെ റൈറ്റ് സൈഡും എന്തുണ്ട്, വേറെ വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്. താഴെയും ഇവിടെയൊക്കെ ഓരോരോ വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുക, ഈ സൈഡിൽ നിന്നും രണ്ട് സൈഡിലേക്കും എന്താണ് ഒരു പുള്ളുണ്ടാവും. അതുപോലെ എല്ലാ സൈഡിലും താഴോട്ടും ഇങ്ങോട്ടും എല്ലാത്തോട്ടും ഒരു പുള്ളുണ്ടാവും. അതങ്ങനെ വലിഞ്ഞ് നിൽക്കുക. അതുപോലെ സർഫസിൽ ആ ഒരു ലെയറിലുള്ള എല്ലാ വാട്ടർ മോളിക്യൂൾസിൻ്റെ അവസ്ഥ ഇതാണ്. ഇനി കോർണർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലോ, കോർണറിലെ ആൾക്കാർക്ക് താഴോട്ടുണ്ടാവും, ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ സൈഡിലൊന്നും ആരുമില്ല അല്ലേ, ഇവിടെ ഇല്ല. കാരണം എന്താണ്, ഏറ്റവും കോർണറിലാണ്. ഇനി നടുവിലത്തെ ഒരാളെടുത്താലോ, എല്ലാ സൈഡിലേക്കും പ്രസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഈ ഒരു കോർണറിലെടുത്താലോ ഇവിടെയും ഇതേപോലെ തന്നെ താഴോട്ടും ഉണ്ടാവും, ഇങ്ങോട്ടും ഉണ്ടാവും. പക്ഷേ എന്താണ്, പുറത്തോട്ടേക്കൊന്നുമില്ല. അപ്പോൾ മൊത്തത്തിൽ നിങ്ങൾ നോക്കിയേ, മുകളിലൊക്കെ ഇങ്ങനെ വലിഞ്ഞിരിക്കുക, സൈഡിലൊക്കെയാണ് ഇത് ഇങ്ങനെ വലിഞ്ഞിരിക്കുക, രണ്ട് സൈഡിൽ ഇങ്ങനെ വലിച്ചിട്ടാണുള്ളത്. അപ്പം അതിനർത്ഥം എന്താണ്, മൊത്തത്തിൽ വാട്ടർ ഇങ്ങനെ വലിച്ച് പിടിച്ച് നിർത്തിയിട്ടാണുള്ളത്. അപ്പം അതിനർത്ഥം ഒരു സ്ട്രെച്ച്ഡ് സർഫസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടല്ലോ. സോ ഈ ഒരു ഫിനോമിനുള്ള വാട്ടർ ഇങ്ങനെ സ്ട്രെച്ചായിട്ട് നിൽക്കുന്നത്, ഇതിനെയാണ് നമ്മൾ വിളിക്കുന്നത് സർഫസ് ടെൻഷൻ. ആ സർഫസിൽ മൊത്തമായിട്ടൊരു ടെൻഷൻ, ഒരു വലി ഉണ്ടാവും. പ്രതല ബലം എന്ന് മലയാളത്തിൽ പറയും. എന്താണ്, ആ ഒരു പ്രതലത്തിൽ മൊത്തത്തിൽ ഒരു ഫോഴ്സ് ഉണ്ടാവും. ആ ഒരു ടെൻഷൻ വലിഞ്ഞ് മുറുകി നിൽക്കുന്നതോടെ അതിന് സർഫസ് ടെൻഷനായിട്ടുണ്ടാവും. സോ എന്താണ്, അവിടെ ഒരു സർഫസ് ടെൻഷൻ ഉണ്ടാവും. ഈ ഒരു കാരണം കൊണ്ട് നിങ്ങൾ നോക്കിയ നേരത്തെ സ്ലൈഡിൽ നമ്മൾ കണ്ടല്ലോ, വാട്ടർ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് നിൽക്കുവാണ്. സോ ആ കറക്റ്റായിട്ട് ആ ഒരു പൊസിഷനിൽ ഈ ഒരു പ്രാണി പോയിട്ടിരുന്ന് കഴിഞ്ഞാൽ എന്താണ്, അത് നല്ല സ്ട്രെച്ച്ഡ് സർഫസിൽ അവിടെ നിന്നോളും. അതുപോലെ തന്നെ ഈ ഒരു വാട്ടർ ഡ്രോപ്പിൻ്റെ കാര്യം, നമ്മളിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് നിൽക്കുവാണ്. അങ്ങനെ സ്ട്രെച്ച് ചെയ്ത് നിൽക്കുന്ന വാട്ടറിന് ഏറ്റവും ഇഷ്ടം എങ്ങനെയായിരിക്കും, പരമാവധി സ്ട്രെച്ച് ചെയ്ത് നിൽക്കാനാണ്. അപ്പോൾ നിങ്ങൾ നോക്കി, ഇവിടുന്ന് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തു, എല്ലാവരും സ്ട്രെച്ച് ചെയ്ത് എന്താണ്, സർഫസ് മൊത്തത്തിൽ സ്ട്രെച്ച് ചെയ്ത് നിൽക്കാൻ ഇഷ്ടപ്പെടുക. അപ്പോൾ ഏറ്റവും നന്നായിട്ട് സർഫസ് എപ്പോഴാണ് സ്ട്രെച്ച് ചെയ്ത് നിൽക്കുക, അതൊരു സ്പെറിക്കലാകുമ്പോൾ കണ്ടോ, ഇവിടെ നോക്കിയേ ഇതാ ഇങ്ങോട്ടേക്കൊരു വലി, ഇവിടുന്ന് വലി, ഇവിടെ ഒരു വലി,
ഇങ്ങോട്ടൊരു വലി ഇങ്ങോട്ടൊരു ഓരോ വാട്ടർ മോളിക്യൂൾസ് ഉണ്ടോ എല്ലാവരും വലിഞ്ഞ് മുറുകി നിൽക്കുന്ന എപ്പോഴാണ്? അതൊരു സ്ഫെറിക്കൽ ഷേപ്പ്. ഇത് ഇങ്ങനെ മാത്രമല്ല കേട്ടോ, ഇത് ഇതിൻ്റെ ക്രോസ് ആയിട്ട് ഇങ്ങനെയും ഉണ്ടാവും, ഇങ്ങനെ എല്ലാ സൈഡും നന്നായിട്ട് വലിഞ്ഞ് മുറുകി നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ എന്താണ്? സർഫസ് ടെൻഷൻ ഏറ്റവും കുറഞ്ഞത് എവിടെയാണ്? ഇവിടെയാണ്. കാരണം എന്താണ്? എല്ലാവരും നല്ല സ്മൂത്തായിട്ട് വലിഞ്ഞിട്ട് ഏറ്റവും സ്മൂത്തായിട്ട് നിൽക്കുക വാട്ടർ. സർഫസുമായിട്ടൊന്നും ഇതാണ് സർഫസ്. ഈ സർഫസായിട്ടൊന്നും ഇവർക്ക് വേറെ ബന്ധമില്ല. കാരണം എന്താണ്? വാട്ടർ ഓൾറെഡി ഉള്ളിൽ തന്നെ നല്ല രീതിയിൽ സ്റ്റേബിളായിട്ട് നിൽക്കും. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ വേറെ എന്തെങ്കിലും സർഫസ് ടെൻഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ സർഫസ് ടെൻഷൻ ഏറ്റവും കുറഞ്ഞ അവസ്ഥ എപ്പോഴാണ്? അത് സ്ഫെറിക്കലായിട്ട് നിൽക്കുമ്പോഴാണ്. അപ്പോൾ വാട്ടർ എന്താണ് നോക്കി സർഫസ് ആരെങ്കിലും ടെൻഷനായിട്ടിരിക്കാൻ ഇഷ്ടപ്പെടുമോ? നിങ്ങൾ തന്നെ സ്വയം ആലോചിച്ച് നോക്ക്. നമുക്ക് എപ്പോഴും ഇങ്ങനെ വലിഞ്ഞു മുറുകി നിൽക്കുക നമുക്ക് ഇഷ്ടമാണോ? അല്ല. വാട്ടറിന് അത്രയേ ഉള്ളൂ. എനിക്കിങ്ങനെ സർഫസ് ടെൻഷൻ ബാക്കി സർഫസിലൊക്കെ പോയിട്ട് ഇങ്ങനെ വലിഞ്ഞു മുറുകി നിൽക്കേണ്ട, എനിക്ക് എൻ്റേതായിട്ട് സമാധാനത്തിന് ഇങ്ങനെ നിന്നാൽ മതി. അപ്പോൾ വാട്ടർ സമാധാനത്തിൽ നിൽക്കുന്ന എങ്ങനെയാണ്? അതിലൊരു സ്ഫെറിക്കൽ ഡ്രോപ്പായിട്ട് നിൽക്കുമ്പോൾ അവിടെ എന്താണ്? മിനിമം സർഫസ് ഏരിയ ആണ്, മിനിമം സർഫസ് ടെൻഷനാണ്. ഓക്കെ. അപ്പോൾ ഏറ്റവും സർഫസ് ടെൻഷൻ കുറഞ്ഞപ്പോഴാണ് അത് സ്ഫെറിക്കൽ ആയിട്ടുള്ളൊരു സർഫസിൽ നിൽക്കുമ്പോൾ. പിന്നെ അടുത്ത ചെറിയൊരു ഐഡിയ ആണ്. എന്താണ്? വാട്ടർ ക്യാൻ ബി ഡീകമ്പോസ്ഡ് ഇൻ ടു ഇറ്റ്സ് കമ്പോണൻസ് ബൈ ഇലക്ട്രോളിസിസ്. അതായത് വാട്ടർ എന്താണ്? വാട്ടറിന് ഞാൻ ഫോർമുല പറഞ്ഞു H2O ആണ്. ഇതിനെ ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് എന്താക്കാം? H2 ആക്കാം, അതുപോലെ തന്നെ O2 ആക്കാം. ഇത് ബാലൻസ് ചെയ്യുകയാണെങ്കിൽ 2. അതായത് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിവിടെ ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്യണം. പക്ഷേ ഈ വാട്ടറിൻ്റെ പ്രശ്നം വെച്ചാൽ വെറുതെ ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഫ്യൂ ഡ്രോസ് ഓഫ് ആസിഡ് ചെയ്യും, വാട്ടറിൽ ആസിഡ് ആഡ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും. ഈ ഒരു സെറ്റപ്പ് നിങ്ങൾ നോക്കിയേ. ഇത് വാട്ടറല്ല, ഇവിടെ എന്താണ്? ഇവിടെ വാട്ടർ പ്ലസ് ഒരു ആസിഡ് തന്നെ വേണമെന്നില്ല കേട്ടോ. നമുക്ക് ഏതെങ്കിലും സോൾട്ടൊക്കെ ആഡ് ചെയ്തിട്ടും ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യാം. അപ്പോൾ വാട്ടർ അല്ലെങ്കിൽ ആസിഡ് അല്ലെങ്കിൽ ഒരു വാട്ടർ പ്ലസ് ആസിഡ് ഓർ സോൾട്ട്, അപ്പോൾ ഇവരൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ എന്താണ്? ഒരു ബാറ്ററിയെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ സെറ്റപ്പും കൂടി ഓണായിട്ട് ഇവിടെ എന്തുണ്ട്? 2 ആണി ഞാൻ വെച്ചിട്ടുണ്ട്. ആണി അല്ലെങ്കിൽ സാധാരണ ഒരു ഇലക്ട്രോഡ്, 2 മെറ്റൽ റോഡുകൾ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താണ്? 2 ടെസ്റ്റ് ട്യൂബ് ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. ടെസ്റ്റ് ട്യൂബ് ഞാൻ എങ്ങനെ വെച്ചിട്ടുള്ളത്? തിരിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. കാരണം എന്താണ്? ഗ്യാസസിന് ഡെൻസിറ്റി കുറവാണ്, വാട്ടറിനേക്കാൾ ഡെൻസിറ്റി കുറവാണ്. അപ്പോൾ എന്ത് ചെയ്യും? അവർ മുകളിലോട് ഇങ്ങനെ പോയി ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്? ഇവരിങ്ങനെ തിരിച്ചു വെച്ചത്. അപ്പോൾ എന്താണ്? ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ വാട്ടർ ഇങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? ഹൈഡ്രജനും ഓക്സിജനും. അതിൻ്റെ റിയാക്ഷനും കാര്യങ്ങളൊന്നും നിങ്ങൾ പഠിക്കേണ്ട, വേറെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അതിലേക്കൊന്നും നമ്മൾ ഡീപ്പായിട്ട് പോകണം. ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ വാട്ടർ എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്തിട്ട് 2 കഷ്ണങ്ങളാവും. അതായത് വാട്ടറിൻ്റെ അയോൺസ് ആയിട്ട് മാറും. പിന്നെ ആ അയോൺസ് വേറെ അതിലുള്ള ബാക്കി ഇലക്ട്രോൺസും കാര്യങ്ങളൊക്കെ ചേർന്നിട്ട് നമുക്ക് ആ ഗ്യാസുകളായിട്ട് 2 സ്ഥലത്ത് കിട്ടും. അത്രമാത്രം ഓർമ്മിച്ചു. അപ്പോൾ ഇലക്ട്രിസിറ്റി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ചെയ്യാം. ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോളിസിസ്. ഈ ഒരു പരിപാടിക്ക് പറയുന്ന പേരാണ് ഇലക്ട്രോളിസിസ്. നമ്മളിവിടെ കണ്ട ആ ഒരു എക്സ്പെരിമെൻറ്റ് സെറ്റപ്പ് ഞാൻ നേരത്തെ പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെൻ്റ് പേരാണ് ഹോഫ്മാൻ വാട്ടർ വോൾട്ടാമീറ്റർ. ഇതാണ് ഹോഫ്മാൻ വാട്ടർ വോൾട്ടാമീറ്റർ. സോ ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർമ്മിക്കുക. പിന്നെ വാട്ടറിൻ്റെ വേറൊരു പ്രത്യേകത നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മൾ സാധാരണ വീട്ടിൽ പുറത്ത് ഗ്രിൽസൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഗേറ്റിന് നമ്മൾ പൂട്ടൊക്കെ ചിലവ് വെച്ചിട്ടുണ്ടാവാതിരിക്കാം. പക്ഷേ ഗേറ്റൊക്കെ നിങ്ങൾ കുറേ കാലം ഇങ്ങനെ, നമ്മുടെ നാട്ടിലെ പ്രത്യേകത എന്താണ്? ഒരുപാട് മഴ കിട്ടുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ കേരളം ഒരുപാട് മഴ കിട്ടുന്നൊരു സ്റ്റേറ്റാണ്. അപ്പോൾ മഴക്കാലമൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ചെയ്യുന്നൊരു കാര്യമാണ്, മഴയ്ക്ക് മുന്നേ മിക്കവാറും എല്ലാ വീട്ടിലും പെയിൻ്റ് അടിക്കും. ഈ ഗേറ്റും മറ്റൊക്കെ പെയിൻ്റ് അടിച്ചു. കാരണം എന്താണ്? പെയിൻ്റ് അടിക്കുമ്പം അതിൻ്റെ കൊറോഷനിൽ നിന്ന് പ്രൊട്ടക്ഷൻ വേണ്ടിയില്ല. പെയിൻ്റ് ഇരുന്നിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അത് മൊത്തത്തിൽ തുരുമ്പിക്കും. അപ്പോൾ അതിനർത്ഥം എന്താണ്? വാട്ടറിൻ്റെ കൂടെ ആ ഒരു മെറ്റൽ ഇരുമ്പായിക്കോട്ടെ അയൺ റിയാക്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? അത് കൊറോഷൻ നടക്കുന്നത്. പക്ഷേ വേറൊരു കാര്യമുണ്ട് കേട്ടോ. നമ്മൾ ഈ വാട്ടറിൻ്റെ കൂടെ എല്ലാവരും ഒരുപോലെയല്ല റിയാക്ട് ചെയ്യുന്നത്. ഈ അയൺ ശരിയാണ് തുരുമ്പിക്കുന്നുണ്ട്, പക്ഷേ ഒരുപാട് വെള്ളം കുറേ കാലത്തോളം കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തിട്ടാണ് തുരുമ്പിക്കുന്നത്. ഒരിക്കൽ വെള്ളം കൊണ്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് തുരുമ്പിക്കാൻ പോകുന്നില്ല. അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് കാലം നമ്മൾ വെറുതെ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ തുരുമ്പിക്കൂ. അല്ലെങ്കിൽ ഓൺ ദ സ്പോട്ട് തുരുമ്പിക്കുമോ? അവിടെയാണ് ചോദ്യം. പക്ഷേ ഓൺ ദ സ്പോട്ടും അയൺ കൊറോഡ് ചെയ്യാനുള്ള സിറ്റുവേഷൻ ഉണ്ട്. എപ്പോഴാണെന്നറിയോ? അയൺ സ്റ്റീമിൻ്റെ കൂടെ റിയാക്ട് ചെയ്യും. എന്താണ്? നോർമൽ വാട്ടറിലെ ഹൈ ടെമ്പറേച്ചർ കൂടിയിട്ട് സ്റ്റീമിൻ്റെ കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അയൺ ഓക്സൈഡ്. ഈ അയൺ ഓക്സൈഡ് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? നമ്മൾ മലയാളത്തിൽ വിളിക്കും എന്താണ്? ഇംഗ്ലീഷിൽ റസ്റ്റ് എന്ന് വിളിക്കും, മലയാളത്തിൽ നമ്മൾ എന്തിരിക്കും? തുരുമ്പ് എന്ന് നമ്മൾ പറയും. അപ്പോൾ എന്താണ്? സ്റ്റീമിൻ്റെ പ്രസൻസിലാണെങ്കിൽ അയൺ നേരെ തുരുമ്പാവും, അധിക സമയം കാത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഓൺ ദ സ്പോട്ട് ആയിക്കോളും. പക്ഷേ ചില മെറ്റൽസ് നമ്മുടെ സാധാരണ ഇപ്പം സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം ഇവരൊക്കെ പ്രത്യേകം എന്താണെന്നറിയോ? ഭയങ്കര റിയാക്റ്റീവാണ്. അതുകൊണ്ട് നമ്മൾ സാധാരണ വെള്ളം വേണ്ട, തണുത്ത വെള്ളം, സാധാരണ ഐസ് വാട്ടർ വെച്ചിട്ട് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തെന്ന് സംഭവിക്കും? അതപ്പം തന്നെ എന്താവും? അതിൻ്റെ ഓക്സൈഡ്സ് ആവും, മെറ്റൽ ഓക്സൈഡ്. ഇവിടെ ഏത് മെറ്റലാണ്? സോഡിയം ആണെങ്കിൽ സോഡിയം ഓക്സൈഡ് വരും, കാൽസ്യം ആണെങ്കിൽ കാൽസ്യം ഓക്സൈഡ് വരും, പൊട്ടാസ്യം ആണെങ്കിൽ പൊട്ടാസ്യം ഓക്സൈഡ് വരും. കൂടെ ആര് വരും?
ഈ റിയാക്ഷൻ്റെ അവസാനം പുറത്താൾ വരുന്നുണ്ട്. ആരാണ്? ഹൈഡ്രജൻ. ഇത് ഇവിടുന്ന് ഹൈഡ്രജൻ വരുന്നത് നമ്മുടെ ഈ വാട്ടറിൽ ആരാണുള്ളത്? H2O ആണ്. നമ്മൾ മെറ്റലും ഓക്സിജനും കൂടി ചേർന്നിട്ട് നമുക്ക് മെറ്റൽ ഓക്സൈഡായി. ബാക്കി ആരുണ്ട്? ഹൈഡ്രജൻ ഉണ്ടല്ലോ. അപ്പോൾ ഹൈഡ്രജൻ എങ്ങോട്ട് പോകും? അത് പുറത്തോട്ട് പോകും. ഹൈഡ്രജൻ എന്ത് ചെയ്യും? ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് പുറത്തോട്ട് റിലീസ് ചെയ്യും. അത് പിന്നെ പെട്ടെന്ന് തന്നെ അറ്റ്മോസ്ഫിയറിൽ അങ്ങ് പൊക്കോണം, നമ്മൾ പിന്നെ കാണാനൊന്നുമില്ല. പിന്നെ ചില മെറ്റൽസ്, ഇപ്പോൾ മഗ്നീഷ്യം എന്താണ്? കോൾഡ് വാട്ടർ പോരാ, നോർമൽ വാട്ടറും പോരാ, കുറച്ചുകൂടി ടെമ്പറേച്ചർ കൂടെ, സ്റ്റീം വേണ്ട, ഹോട്ട് വാട്ടർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മഗ്നീഷ്യം ഓക്സൈഡും ആസ് യൂഷ്വൽ ഹൈഡ്രജൻ പുറത്തോട്ട് പോകും. ഇപ്പം അയണിൻ്റെ നമ്മൾ സ്റ്റീം പറഞ്ഞു. പിന്നെ കോപ്പർ, സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം, ഇവരുടെ പ്രത്യേകത വാട്ടറിനെ കൂടെ ഒരു റിയാക്ഷൻ ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പോൾ സ്വർണ്ണത്തിൻ്റെ ഓർണമെൻറ്റ്സ് അല്ലെങ്കിൽ സിൽവറിൻ്റെ ഓർണമെൻറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ സാധാരണ കറണ്ട് പാസ് ചെയ്യുന്ന നമ്മുടെ വീട്ടിലെ എല്ലാ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് എന്താണ്? കോപ്പർ വയേഴ്സ് വെച്ചിട്ടാണ്. ഒരു മഴ കൊണ്ട് സംഭവം പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? ആ വയറിന് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടാകും. അല്ലാതെ കോപ്പർ തന്നെ എത്ര വെള്ളം കൊണ്ടാലും നമുക്ക് ഷോക്ക് അടിക്കും, അത് വേറെ കാര്യം. പക്ഷേ അല്ലാതെ ആ വയറിന് പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. കാരണം എന്താണ്? ആ വയർ കൊറോഡായി പോകുന്നില്ല. കാരണം വെള്ളത്തിനോട് പ്രത്യേകിച്ച് റിയാക്ഷനൊന്നും ഇല്ല. അപ്പോൾ കോപ്പർ, സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം പറയുന്ന മെറ്റൽസ് എന്താണ്? വാട്ടറിൻ്റെ കൂടെ ഒരു റിയാക്ഷൻ നടക്കുന്നില്ല. പിന്നെ വാട്ടറിൻ്റെ ഒരു കാര്യം, പിന്നെ വാട്ടറിൻ്റെ എന്താണ്? വാട്ടർ ഒരു യൂണിവേഴ്സൽ സോൾവെൻ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. എന്താണ്? വാട്ടറിൽ ഒരുപാട് എല്ലാ സാധനവും നമുക്ക് ഡിസോൾവ് ചെയ്യാൻ പറ്റും. എന്താണ്? വാട്ടർ ക്യാൻ ഡിസോൾവ് വേരിയസ് സബ്സ്റ്റൻസസ് ആൻഡ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ പ്രിപ്പയറിംഗ് സൊല്യൂഷൻസ്. ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ സോൾവെൻറ്റ്. ഇത്ര ഐഡിയയാണ്. നമ്മൾ ഒരുപാട് ചുറ്റുമുള്ള എല്ലാ സാധനവും വാട്ടറിൽ ഡിസോൾവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ജനറലി എല്ലാ കെമിക്കൽസും നമുക്ക് വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ട് നമുക്ക് എന്തുണ്ടാക്കാം? സൊല്യൂഷൻസ് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നു സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ഉണ്ടാക്കണം എന്ന് പറയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? സോഡിയം വാട്ടറിലോട്ട് ആഡ് ചെയ്ത് നമുക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ കിട്ടും. കാൽസ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ആക്കണം, കാൽസ്യം വാട്ടറിലോട്ട് കാൽസ്യം ഹൈഡ്രോക്സൈഡ് കിട്ടും. ഇനി കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആക്കണം, നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊന്നും ചെയ്യേണ്ട, കുറച്ച് കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റൽ അല്ലെങ്കിൽ ആ പൗഡർ എടുത്തിട്ട് വാട്ടറിലോട്ട് ആഡ് ചെയ്ത് നമുക്ക് ബ്ലൂ കളറുള്ള കോപ്പർ സൾഫേറ്റ് കിട്ടും. ഇനി പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഒരു പർപ്പിൾ, ഡാർക്ക് പർപ്പിൾ കളറുള്ള ഒരു പൊടിയാണ്. അതെടുത്ത് വെള്ളത്തിലോട്ട് ഇട്ട് നമുക്ക് പർപ്പിൾ അല്ലെങ്കിൽ പിങ്ക് ഷെയ്ഡുള്ള ഒരു സൊല്യൂഷൻ കിട്ടും. പിന്നെ ഇങ്ക്, നമ്മൾ സാധാരണ ഏതെങ്കിലും ഇങ്ക് എടുത്തിട്ട് വാട്ടർ ജസ്റ്റ് ഒന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ആ ഒരു കളറുള്ള ഒരു സൊല്യൂഷൻ കിട്ടും. പിന്നെ നിക്കൽ സൾഫേറ്റ് എന്നൊരു ഗ്രീൻ കളറുള്ള സൊല്യൂഷൻ, നിക്കൽ സൾഫേറ്റ് പൗഡർ എടുത്ത് അതിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് നിക്കൽ സൾഫേറ്റിൻ്റെ സൊല്യൂഷൻ കിട്ടും. അപ്പം അതിനർത്ഥം എന്താണ്? വളരെ ഈസിലി ഒരുപാട് സബ്സ്റ്റൻസ് അതിൽ ഡിസോൾവ് ചെയ്യാൻ പറ്റും. അപ്പം അതിനർത്ഥം എന്താണ്? വാട്ടർ ഈസ് എ യൂണിവേഴ്സൽ സോൾവെൻറ്റ്. എന്താണ്? ഒരു യൂണിവേഴ്സൽ സോൾവെൻ്റ് ആണെന്ന് ഓർമ്മിച്ച് വെക്കുക. പിന്നെ വാട്ടർ ഈസ് ന്യൂട്രൽ, അതായത് പ്രത്യേകിച്ച് ഒരു പാർട്ടിയിലും പെടുന്നില്ല എന്നുള്ള പറയുന്ന പോലെയാണ് വാട്ടറിൻ്റെ. എന്താണ്? വാട്ടർ ഈസ് ഓൾവേസ് ന്യൂട്രൽ. അതായത് നമ്മൾ അസിഡിക് ആണോ അല്ലെങ്കിൽ ബേസിക് ആണോ അങ്ങനത്തെ ഒരു കാര്യം വാട്ടറിൻ്റെ കാര്യത്തിൽ വരുന്നില്ല. വാട്ടർ ഈസ് ഓൾവേസ് ന്യൂട്രൽ. അത് അസിഡിക്കും അല്ല ബേസിക്കും അല്ല. അപ്പോൾ ഈ അസിഡിക്കും ബേസിക്കെല്ലാം പറയാൻ വേണ്ടി നമ്മൾ pH എന്ന് പറഞ്ഞൊരു സംഭവം ഉപയോഗിക്കും, ഒരു pH സ്കെയിൽ ഉപയോഗിക്കും. അതിൽ 7 താഴോട്ടാണെങ്കിൽ നമുക്ക് അതിനർത്ഥം അത് ആസിഡാണ്. അതായത് 1, 2, 3, 4, 5, 6 ഒക്കെ ആണെങ്കിൽ അത് ആസിഡാണ്. 7 മുകളിലോട്ട് 7 to 14 വരെ, 8, 9, 10, 11, 12, 13, 14 വരെ എന്താണ്? അതൊക്കെ ബേസിക്കാണ്. ഈ 7 ആകുമ്പോൾ അതിനർത്ഥം ആസിഡും അല്ല ബേസും അല്ല. അപ്പോൾ വാട്ടർ എന്താണ്? ഒരു ന്യൂട്രൽ സബ്സ്റ്റൻസ് ആണെന്ന് പറയാം. പിന്നെ വാട്ടറിൻ്റെ വേറൊരു പ്രോപ്പർട്ടിയാണ് ഹാർഡ് വാട്ടർ നമ്മൾ പറയും. ഈ ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന വാട്ടർ എന്ന് വെച്ചാൽ ഹാർഡ് വാട്ടർ ആയിരിക്കും. ഹാർഡ് വാട്ടർ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നമ്മൾ നോർമൽ കുളിക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ സോപ്പൊക്കെ തേച്ച് ഉപയോഗിക്കുമ്പോൾ പത വരില്ല, അതായത് ഫ്രോത്ത് വരുന്നില്ല. അപ്പം അർത്ഥം എന്താണ്? ആ വാട്ടർ ചിലപ്പം ഹാർഡ് വാട്ടർ ആയിരിക്കും. ഹാർഡ് വാട്ടറിന് കാരണം എന്താണ്? ഹാർഡ് വാട്ടർ 2 തരത്തിലുണ്ടാകും, പെർമനൻ്റ് ആവാം, ടെമ്പററി ആവും. ടെമ്പററി ഹാർഡ് വാട്ടർ ആയിരിക്കും നമുക്ക് സാധാരണ ഉള്ളത്. അപ്പോൾ ടെമ്പററി ഹാർഡ് വാട്ടറിൻ്റെ പ്രത്യേകത എന്താ അറിയോ? അതിൽ കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും കാർബണേറ്റ്സും അല്ലെങ്കിൽ ബൈകാർബണേറ്റ്സും ഉണ്ടാവും. എന്താണ്? കാൽസ്യം മഗ്നീഷ്യം സോൾട്ടുകൾ ഉള്ളത് കൊണ്ടാണ് ഹാർഡ് വാട്ടർ ഉണ്ടാവുന്നത്. ഇനി കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ബൈകാർബണേറ്റ് സോൾട്ടുകളാണെങ്കിൽ അതെന്താണ്? അത് ടെമ്പററി, സാധാരണ പ്രശ്നമില്ല, ടെമ്പററിയാണ്. ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വാട്ടറിൻ്റെ ആ ഒരു ഹാർഡ്നെസ് പോയിട്ട് നമുക്ക് സാധാരണ സോഫ്റ്റ് വാട്ടർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നോർമൽ വാട്ടർ നമുക്ക് കിട്ടും. പക്ഷേ പെർമനൻറ്റ് ഹാർഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് വെറുതെ ചൂടാക്കിയൊന്നും മാറ്റാൻ പറ്റില്ല. കാരണം എന്താണ്? അതിൽ ക്ലോറൈഡ്സും സൾഫേറ്റ്സും ആണ് അടങ്ങിയിട്ടില്ല. ആരുടെ? ക്ലോറിൻ, അതായത് കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ക്ലോറൈഡ്സും, കാൽസ്യം ക്ലോറൈഡും മഗ്നീഷ്യം ക്ലോറൈഡും കാൽസ്യം സൾഫേറ്റും മഗ്നീഷ്യം സൾഫേറ്റും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരെന്താണ്? അവർ ചെറുതെ ഹീറ്റായി കഴിഞ്ഞാൽ നടക്കില്ല. അതായത് ബോയിലിംഗ് ചെയ്ത് നമുക്ക് അവരെ എന്ത് ചെയ്യാം? അവരുടെ പെർമനൻറ്റ് ഹാർഡ്നെസ് മാറ്റാൻ പറ്റില്ല. അതിന് വേറെ പല മെത്തേഡ്സും ഉണ്ട്, പക്ഷേ അത് നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല, അങ്ങനെ മാറ്റാൻ പറ്റും. സോ ഹാർഡ്നെസ്സിൻ്റെ കാര്യം ഒന്ന് മനസ്സിലായി. ഹാർഡ് വാട്ടർ നമ്മുടെ ചുറ്റുമുണ്ട്. സോ നമ്മൾ വാട്ടറിനെ പറ്റി പഠിച്ചു. വാട്ടർ ഇവിടുന്ന് റിസോഴ്സസ് നമ്മൾ കണ്ടു, ചുറ്റുമുള്ള പല റിസോഴ്സസ് നമ്മൾ കണ്ടു. സോ വാട്ടർ റിസോഴ്സസ് കണ്ടു, അതെങ്ങനെ വാട്ടറിൽ വീഴുന്നു, വാട്ടറിൻ്റെ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള ബോയിലിംഗ് പോയിൻറ്റ്, ഫ്രീസിംഗ് പോയിൻറ്റ്, സർഫസ് ടെൻഷൻ, ഹീറ്റ് കപ്പാസിറ്റി, പിന്നെ വാട്ടർ കുറച്ച് മെറ്റലിനോട് റിയാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടു. പിന്നെ അവസാനം നമ്മൾ എന്ത് ചെയ്തു? വാട്ടറിൻ്റെ ഹാർഡ്നെസ് കൂടി കണ്ടു. സോ ഇതൊക്കെയാണ് വാട്ടറിൻ്റെ ഈ ഒരു ചാപ്റ്ററിൽ ചെറിയൊരു പോർഷനാണ്, സിമ്പിളായിട്ട് പറയാനുള്ള കാര്യങ്ങൾ. ഇപ്പം നിങ്ങൾക്ക് എന്താണ്? വാട്ടറിനെ പറ്റി ഒരു ഐഡിയ കിട്ടി അല്ലേ?
നമ്മുടെ ചുറ്റും കാണുന്ന ആൾക്കാരിലൊക്കെ വാട്ടർ ഇപ്പോൾ ഇത്രക്കും കുറേ പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുള്ള ഒരാളാണ്. നമ്മൾ എന്തുകൊണ്ടാണ് വാട്ടർ, നമുക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ ടെമ്പറേച്ചർ ഒരുപാട്, പനിയൊക്കെ വരുമ്പോൾ കൂടും, പക്ഷേ അല്ലാതെ നമുക്കങ്ങനെ ബോഡി ടെമ്പറേച്ചർ ഒരുപാട് കൂടുന്നില്ല. നമുക്ക് ജനറൽ നോർമൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ടെമ്പറേച്ചർ ഉണ്ടാവും. അതിൽ കൂടുന്നുണ്ട് അതിനർത്ഥം എന്താണ്, നമുക്ക് പനിയൊക്കെ വരുന്നുണ്ടെന്ന് അതിനർത്ഥം. ബോഡി താനെ കൂട്ടുന്നതാണ്. പക്ഷേ അല്ലാതെ ജനറലി എന്താണ്, ഭൂമിയുടെ അറ്റ്മോസ്ഫിയറൽ ടെമ്പറേച്ചർ ആയിക്കോട്ടെ, നമ്മുടെ ടെമ്പറേച്ചർ ആയിക്കോട്ടെ, എല്ലാം എന്താണ്, ഒരു റെഗുലേറ്റഡ് ആണ് അല്ലേ. അതിൽ ഓട്ടോമൊബൈൽ എഞ്ചിനിലായിരുന്നു നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ അർത്ഥം എന്താണ്, വാട്ടറിന് വൈഡ് കേസ് ഓഫ് പ്രോപ്പർട്ടീസ്, നമ്മൾ വിചാരിച്ചതിനേക്കാളും ഭയങ്കര സംഭവമാണ് വാട്ടർ. സോ വാട്ടറിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ, വാട്ടറിനെ പറ്റി ഒരു ബേസിക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ചുറ്റും കാണുന്ന ആൾക്കാരാണ്, പ്ലാസ്റ്റിക്കുകളെ പറ്റിയിട്ടും മറ്റ് കുറച്ച് ആർട്ടിഫിഷ്യലായിട്ടുള്ള ആൾക്കാരെ പറ്റിയിട്ടും പോളിമേഴ്സിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പറയും. സോ അതൊക്കെ അടുത്ത ക്ലാസ്സിലാണ്. സോ ഈ ക്ലാസ്സിൽ ഇത്രയൊക്കെ ഉള്ളൂ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഇതുവരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് മനോരമ ഹൊറൈസണിലെ കെമിസ്ട്രി ടീച്ചറായിട്ടുള്ള അതുലാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. Manorama Horizon. Learning made simple.